പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. ഞാൻ റോസി വർഗീസ്. ഞാൻ ഇന്നൊരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ കട്ട്ലേറ്റ്. അത് നിങ്ങളെ കാണിക്കാം. അതിന് വേണ്ട 2 സവോള അരിഞ്ഞത്, ചെറിയ സവോളയാണ് കേട്ടോ, ചെറുതാക്കി അരിഞ്ഞതാണത്. 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില. ചിക്കൻ എല്ലില്ലാത്ത ഇന്നലെ ഞായറാഴ്ച അപ്പോൾ 2 ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് വെച്ചതാണ്. 1/2 കിലോനുണ്ടാവും. അത് എല്ലില്ലാണ്ട് എടുത്തതാണ്. എല്ലില്ലാത്ത പീസുകളെടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് മിക്സിയിലടിച്ച് പൊടിച്ച് വെച്ചേക്കണതാണ്. 1/2 കിലോനുണ്ടാവും. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സവോളയും ചിക്കനും ഒന്ന് വറക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഒന്ന് വാടിയിട്ട് ചിക്കൻ ഇടാം. സവോള ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇടാണ്. ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത്. ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിക്കനിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞളിട്ടാണ് വേവിച്ചത്. ഇത്ര വേണ്ട. 1/2 ടീസ്പൂണ് ഉപ്പ്. പോരായ്ക ഉണ്ടെങ്കിൽ പിന്നെ ഇടാം. ഒന്ന് വാടട്ടെ, എന്നിട്ട് ചിക്കൻ ഇടാം. വാടിക്കോട്ടെ. സവോള ഒരുവിധം വാടിയിട്ടുണ്ട്. ഞാൻ ചിക്കൻ അതിനകത്തേക്ക് ഇടാൻ പോവാം. ചിക്കനും സവോള, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട്. അധികം മൊരിക്കണില്ല. ചിക്കൻ നല്ലോണം പൊടിഞ്ഞൊക്കെ ഉണ്ട്. നല്ല മിക്സിയിലടിച്ചിട്ട് ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. അത് കാരണം വേഗം ആയിട്ടോ. ഞാൻ ഇതിക്ക് മുമ്പും ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ വീഡിയോ ഇങ്ങനെ യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഒന്ന് ചെയ്യണത്, പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യണത് ഒന്നാ കാണിക്കാമെന്ന് വിചാരിച്ചാൽ. മോളുടെ പിള്ളേരുണ്ട്. മോൻ്റെ പിള്ളേർ അവരുടെ വീട്ടിൽ പോയി. അന്നുണ്ടാക്കിയപ്പോൾ അവരുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ കാണിക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇടണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1 സ്പൂണ്, സാദാ മുളക് പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ചതാണ് 1 സ്പൂണ്. എല്ലാം കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യണം.
ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയിട്ട് വേണം ഉരുളക്കിഴങ്ങിട്ട് ഉടച്ചെടുക്കാനായിട്ട്, കുഴച്ചെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 1/2 കിലോനല്ലേ ഉള്ളൂ, അത് കാരണം ഉരുളക്കിഴങ്ങ് ഞാൻ തീ ഓഫ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് 1/2 കിലോനില്ല കേട്ടോ, ഒരു 2 വലിയ ഉരുളക്കിഴങ്ങായിരുന്നു. അത് ഞാൻ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഉടച്ച് വെച്ചേക്കണതാണ്. അത് ഞാൻ ഈ ചിക്കനിലേക്ക് ഇടാൻ പോവാം. വറുത്ത പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത്. ഞാൻ തുടക്കക്കാരിയാണ്, 2 മാസമായിട്ടുള്ളൂ. നിങ്ങളെനിക്ക് എൻ്റെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക, കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൊന്ന് അമർത്തി ഓളൊന്ന് ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയാലാണ് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ എല്ലാം കിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കണേ. ചിക്കൻ പൊരിക്കാൻ പോവാണ്. 4 മുട്ട അടിച്ച് വെച്ചാണ് തന്നിട്ട് മുക്കി പൊരിക്കാനായിട്ട്. പിന്നെ ബ്രെഡ് പൊടിച്ച് വെച്ചേക്കണത്. ഞാൻ 2 ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയാണ്. ഒരേ ഷേപ്പ് വേണ്ടെന്ന് വിചാരിച്ച് 2 ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. അതിനി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിലേക്ക് ഇടാം. വെളിച്ചെണ്ണയിലേക്ക് ഇടാണ് കേട്ടോ.
കട്ട്ലേറ്റ് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് എടുക്കാൻ പോവാം. ചിക്കൻ റോളല്ല, അത് കട്ട്ലേറ്റ് തന്നെയാണ്. ഞാൻ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ഷേപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. എല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ദൈവത്തിന് സ്തുതി. എനിക്ക് ഇങ്ങനെ നന്നായിട്ടുണ്ടാക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ചിലപ്പോഴൊക്കെ മിസ്റ്റേക്കുകൾ വരാറുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞത്. ഞാൻ 2 തരത്തിലാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. ഒന്ന് ഈ തരത്തിൽ ഈ ഷേപ്പിലും ഒന്ന് ഈ ഷേപ്പിലും. ഇത് ശരിക്കും റോള് പോലെ തോന്നുന്നുണ്ട്. റോളല്ല കേട്ടോ, ചിക്കൻ റോളൊന്നല്ല, ചിക്കൻ കട്ട്ലേറ്റ് തന്നെയാണ്. 2 ഷേപ്പായിട്ടുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്ക് 1 കിലോ ഇറച്ചിക്ക് 1/2 കിലോ ഉരുളക്കിഴങ്ങ്, അങ്ങനെ കണക്കിന് ആണെങ്കിൽ നോർമൽ വലിപ്പമാണെങ്കിൽ 30 കട്ട്ലേറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഇച്ചിരി വലിപ്പമുണ്ട്. അതുകൊണ്ട് ഇത് തന്നെയല്ല, എൻ്റെ 1 കിലോ ഇറച്ചി ഉണ്ടായിരുന്നില്ലല്ലോ. 1/2 കിലോ ഇറച്ചിയും അതിൻ്റെ ഒരു 300 ഗ്രാം ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലും ചെറുതായിട്ടുണ്ടാക്കിയ കുറച്ചും കൂടി എണ്ണ ഉണ്ടാവും. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എനിക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലിലൊന്ന് ഞെക്കുക കേട്ടോ. ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഞെക്കിക്കഴിഞ്ഞാലാണ് എനിക്ക് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.